നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം. അങ്ങനെ നമ്മുടെ നിത്യഹരിത നായകനായ ഗബ്രി വന്നിട്ടുണ്ട്, വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ 7:30 ഞാൻ എനിക്ക് തന്നെ മണി 9 കാരണം രാത്രി ഉറങ്ങി ഒരുപാട് താമസിച്ചു. അപ്പോൾ എന്തായാലും ഗബ്രി വരുന്നുണ്ട്. രാത്രി പാതിരാത്രിയിൽ എങ്ങനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വളരെ കുലീനനായി വരുന്നുണ്ട്. നല്ല വെൽ ഡ്രസ്സിൽ നല്ല കുട്ടപ്പനായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം എല്ലാവരെയും ഒന്ന് നോക്കുന്നു, ജാസ്മിനേക്ക് നോക്കും. ജാസ്മിൻ കൂർക്കാൻ വലിച്ചുറങ്ങുന്നുണ്ട്. അതിനുശേഷം നേരെ പോയി രതീഷിനെ വിളിക്കുന്നു. രതീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നേരെ പോയി എൻ്റെ നായികയെ, എൻ്റെ കാമുകിയെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാൻ, എനിക്കത് കാണണം, ഞാൻ അടുക്കളയിൽ നിൽക്കാം, നീ പോയി എന്ത് ചെയ്യണം, വെള്ളം തരണം, അല്ലെങ്കിൽ എനിക്ക് ചൂടുവെള്ളം വേണം, എനിക്ക് വയ്യ, എനിക്കുള്ളത് ചൂടുവെള്ളം എടുത്ത് താ എന്നുള്ള രീതിയിൽ പറയുന്നു. അതിനുശേഷം നല്ല രീതിയിൽ ഒരുങ്ങുന്നുണ്ട്. ജാസ്മി ആരെ ഇവിടെ ജാസ്മോൾ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരുങ്ങി ചമഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കിച്ചണിലേക്ക് നിൽക്കുന്നു. നേരെ രതീഷ് നേരെ പോയി പിന്നെ നമ്മുടെ ജാസ്മോൾ അടുത്ത് വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. ജാസ്മിൻ ചാടി എണീറ്റ് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാസ് വരുന്നു. വന്ന് കണ്ട് ഞെട്ടിപ്പോയി ജാസ്മിൻ. ജാസ്മിൻ ഒട്ടും പ്രതീക്ഷയില്ല. ഈ സമയത്ത് ഗബ്രി വരുമെന്ന് ജാസ്മിൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇങ്ങനെ കണ്ണ് പൊത്തി നാണിച്ച് കുണുങ്ങി എന്ത് ചെയ്തു, ജാസ്മിൻ ഗബ്രിയുടെ അടുത്തേക്ക് ഓടി പോട്ടെ കുണുങ്ങി ഓടിച്ചെന്ന് മുഖത്തോട് നോക്കാൻ വയ്യാത്ത ജാള്യതയിൽ എന്ത് തോന്നുന്നു, നേരെ പോയി സോഫയുടെ അടുത്ത് പോയി കുനിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഗബ്രി മറ്റുള്ളവരെല്ലാവരും കണ്ടതിന് ശേഷം വന്ന് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. അവർ അതിനുശേഷം ജാസ്മിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേ ഉണ്ട്, കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി. അത്രയ്ക്ക് അത്രയ്ക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ആണ് അവർ തമ്മിലുള്ളത്. മനസ്സിലായോ? ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ഞാന് ഇവരുടെ ഈ റിലേഷൻ തുടങ്ങിയപ്പോഴേ എല്ലാവരും പറഞ്ഞു ഡ്രാമ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞു, ഇത് ഡ്രാമ, അവർ റിയൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. അവർ റിയൽ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര ദേഷ്യവും. മനസ്സിലായോ? മറ്റൊന്നും കൊണ്ടല്ല, മറ്റുള്ള പറ്റിച്ചുകൊണ്ടല്ല, അങ്ങനെയല്ല റിയൽ ആവാനുള്ളത്. ഇത് ഈ പറയുന്ന ജാസ്മിന്റെ കേസ് നോക്കുമ്പോൾ അവൾ കുറച്ച് സമയത്തൊക്കെ ഉള്ളൂ. എല്ലായിടത്തും ഞാൻ മനസ്സിലാക്കിയ ജാസ്മിൻ ഒരു എന്താണ്, അല്ലെങ്കിൽ ആരുമായിട്ട് പ്രണയത്തിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര സിൻസിയർ ആയിരിക്കും, അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. അവരെ ഇലവും ബലവും പിന്നെ തിരിയാതെ എന്ത് ചെയ്യും, അവിടെ ബാഗിൽ നിന്നൊക്കെ അവരെ കുറിച്ച് ചിന്തിക്കും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പം ഈ പറയുന്ന ആരാണ് ഗബ്രി പുറത്തു പോയപ്പോൾ ജാസ്മിൻ ഈ കാണിച്ചതൊന്നും ഈ പറയുന്ന ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയൊന്നല്ല, ഗബ്രിയോടുള്ള പ്രേമം കൊണ്ട് തന്നെയാണ്. അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ മുമ്പേ പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ പ്രണയമായിരുന്നു നിനക്ക് ഒരു 2 മാസം മുമ്പ് മറ്റൊരാളത് അല്ലേ, അതേ പ്രണയമായിരുന്നു അതിനും 2 മാസം മുമ്പ് വേറൊരാളത്. അപ്പം മാറ്റി ഓരോ മാസം കഴിയും തോറും ഓരോ പുരുഷനെ കാണുമ്പോൾ പ്രണയങ്ങൾ ഇങ്ങനെ മാറി കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട ഒരു സ്വഭാവം. ഈ സ്വഭാവം ഒരിക്കലും സമൂഹത്തിന് നല്ലതല്ല. ഇത് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്കോ, നിന്റെ അടുത്ത് ഒരാൾ കമന്റ് ചോദിച്ചു നിങ്ങൾക്കും മക്കളില്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ മക്കൾ ഒരിക്കലും ഇങ്ങനെ പോകാൻ വേണ്ടി ഞാൻ അനുഭവില്ല, എൻ്റെ മക്കൾ അങ്ങനെ പോകരുത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മോള് ഇത് കാണുന്നുണ്ടായിരിക്കാം, മനസ്സിലായോ? അവള് തന്നെ ഈ പറയുന്നത് എന്താ ജാസ്മിൻ എന്താ കാണിക്കുന്ന അവള് പറഞ്ഞു. പക്ഷെ അവർക്കൊരു നമ്മൾക്ക് വഴികാട്ടിയേക്ക് കാണിച്ചു. അല്ലാതെ ഇതൊക്കെ ശരിയാണ്, ഇതൊന്നും കുഴപ്പമില്ല. ഒരുത്തനെ പ്രേമിച്ചിട്ട് വീണ്ടും അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ഒരുത്തൻ്റെ അടുത്തിലേക്ക് കയറാം, അവനോട് പ്രണയം പറയാം, അവനോട് ആത്മാർത്ഥത കാണിക്കാം. 2 മാസം കഴിഞ്ഞ് ആ ആത്മാർത്ഥത ഒലിച്ചു പോയിട്ട് പുതിയ ഒരു പിന്നീട് പയ്യനെ കാണുമ്പോൾ അതൊന്നും അല്ല സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നല്ലത് പറഞ്ഞു, ഇതൊക്കെ തെറ്റാണ്, ഇത് കാണിക്കുന്ന തെണ്ടിത്തനമാണ്, വൃത്തികേടാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, അതിനുശേഷം ഈ പറയുന്ന ഗബ്രിയും പിന്നീട് ഗബ്രിയെ എന്ത് ചെയ്തു, കഞ്ഞിമ വെട്ടാതെ എന്ത് ചെയ്തു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ജാസ്മിനെ കാണുന്നു. ജാസ്മിൻ എവിടെ പോയാലും ഗബ്രി സംസാരം തന്നെ. ഗബ്രി അങ്ങോട്ട് പോയാലും ഗബ്രി പറയുന്നിട്ട് ഈ ഗബ്രി കുറെ തള്ളൊക്കെ തള്ളുന്നുണ്ട്. ഈ പറയുന്ന എന്താണ് പിന്നെ ഗബ്രി പറയുന്നുണ്ട്, എന്റെ അച്ഛന് വന്ന മാലയും ഈ പറയുന്ന ഫോട്ടോസൊക്കെ മാറ്റി വെച്ച് നല്ലതിനാണെന്ന് നീ കരുതിക്കുക. അങ്ങനെയല്ലേ പറയില്ല, കാരണം നല്ല തള്ളക്കുളി കിട്ടി, അതുകൊണ്ട് അവൻ അങ്ങനെ പറയത്തുള്ളൂ. നല്ല തള്ളക്കുളി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സുജയനൊക്കെ ഒട്ടിച്ചെന്നൊക്കെ പറയും. എനിക്ക് തോന്നിയത് നീ സുജയനെ തേച്ചൊട്ടിച്ചു, കർത്താവ് സുജയുടെ അടുത്ത് ഇവിടെ കൂടി ഓടി തള്ളിയവളാണ്. ഇപ്പൊ യോമെന്ന് പറയുന്നു സുജയെ തേച്ചൊട്ടിച്ചതാണ്. നിന്നെ ആരെന്ത് പറയുമ്പോഴും ഈ പറയുന്ന ഗബ്രിയുടെ വിഷയം എടുത്തിരുന്നത് എന്തുകൊണ്ട് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിന് കാരണം നിനക്ക് വേറെ കുറ്റങ്ങളൊന്നുമില്ല, നിനക്ക് കൂടി അവർ കാണുന്ന ഒരു കുറ്റം ഗബ്രിയാണ്, അതുകൊണ്ടാണ് നിന്നെ എടുത്തിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഗബ്രി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ ഗബ്രിയെ നോക്കി പൊട്ടിക്കറിയുന്ന കണ്ണുനീർ മടമട ഒഴുകുന്ന നമ്മുടെ കാമുകിയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ആത്മാർത്ഥമായ പ്രണയമാണ്. ഞാൻ തമാശയ്ക്ക് പറയുന്നില്ല. ജാസ്മിനെ ഗബ്രിയോടുള്ളത് ഇപ്പോൾ ഉള്ളത് ആത്മാർത്ഥ പ്രണയമാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പ്രണയം ഈ 2 മാസത്തേക്ക് ഉള്ളതാണ്. ഈ പ്രണയം നീണ്ടു നിൽക്കില്ല. അപ്പോഴുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രണയവും അല്ല മറ്റെന്തെങ്കിലും വേറെ പല പേരുകളും വിളിക്കേണ്ടതായിട്ട് വരും. ആ സമയത്തുള്ള സാധനമാണ് ഇത്. പുറത്തിറങ്ങാൻ പൊറുതി ഒരാളെ കാണുമ്പോൾ ആ പ്രണയം മാറുന്നു. ഇതാണോ പ്രണയം? ആ സമയത്തുള്ള അതിനെ എന്താ പറയാ, ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രണയത്തെ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ഒരാളെ പ്രണയിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കൊണ്ടുകിടക്കാൻ ആധാരിന ആത്മാർത്ഥത പ്രണയം എന്നൊക്കെ പറയുന്നു. മനസ്സിലായോ? ഇത് ഇവിടുത്തെ ആത്മാർത്ഥതയുണ്ട്. ഈ 2 മാസം അല്ലെങ്കിൽ അവൻ കൂടെ ഉള്ളപ്പോഴുള്ള ആത്മാർത്ഥതയുണ്ട്.
പുതിയൊരു പുരുഷനെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പിന്നീട് ആളെ കാണുമ്പോഴോ ഈ പ്രണയം ഒലിച്ചു പോവുകയാണ്. വീണ്ടും വീണ്ടും അവരിലേക്ക് അവൾ പിന്നെ ചേക്കേറുന്നത്. അതാണ് അവിടെ പിന്നെ ലൈഫോട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രണയങ്ങൾ, ഒരുപാട് റിലേഷൻസ് ഇങ്ങനെ വന്ന് പോയിരിക്കും. അതിന്റെ അർത്ഥം ഇതാണ്, പുതിയൊരാൾക്കാണ് അവിടെ മനസ്സിനെ പിന്നെ എന്താ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. പുതിയൊരാളെ കാണുമ്പോൾ അവരിലേക്ക് പോകുന്നു, അവർ ചതിക്കുന്ന അവൾക്കൊരു വിഷയമേമല്ല, അവളെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നു. അപ്പൊ അഫ്സലുമായിട്ട് ഇതിനപ്പുറമായിരുന്നു അഫ്സലുമായിട്ടുള്ള പ്രണയം, ഇതിനപ്പുറമായിരുന്നു അല്ലേ. കാരണം ഇതിപ്പോ 2 മാസമേ ഉള്ളൂ, അവരെത്ര 7 മാസം വരെ ഇതുപോലെ പ്രണയിച്ചവരാണ്, ഇതുപോലെ അവൾക്ക് അവന് വേണ്ടിയിട്ട് വാദിച്ചവരാണ്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന എൻഗേജ്മെന്റ് ഇതിന് പോകുന്നതിന് മുമ്പ് വേണമെന്ന് വാശി പിടിച്ച് അഫ്സലിന്റെ വീട്ടുകാരെ കൊണ്ട് അഫ്സൽ തന്നെ പിന്നെ അവിടെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഈ എൻഗേജ്മെന്റ് നടത്തിയതൊക്കെ ജാസ്മിൻ തന്നെയാണ്. ആ ജാസ്മിനാണ് ഇവിടെ വന്ന് മറ്റൊരു പുരുഷനെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ചുള്ളനെ കാണുമ്പോൾ തന്റെ പ്രണയം അല്ലെങ്കിൽ തന്റെ ആത്മാർത്ഥതയൊക്കെ ഒലിച്ചു പോയിട്ട് പുതിയ ഒരു പയ്യനിലേക്ക് പോയി അവിടെ ആത്മാർത്ഥത കാണിച്ചിട്ടൊന്നും നമുക്കൊരു കാര്യമൊന്നുമില്ല. ഇനി ഈ ഗബ്രിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഗബ്രി എനിക്ക് ചെറിയൊരു ഫീലിംഗ് ഉണ്ട്, ഗബ്രി ഇതിനകത്ത് നിന്നപ്പോൾ അത്രയ്ക്ക് ഒരു എന്താ പറയണം, ഗബ്രി അവിടെയും ചാടി ഇവിടെ അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചില സമയത്ത് ഐ ലവ് യു എന്ന് പറയും, ചിലപ്പോൾ ഇല്ലെന്ന് പറയും, ക്യാമറയിൽ നോക്കി അതും ഇരുട്ടിന്റെ മറവിൽ അവൻ പലതും കാട്ടിക്കൂട്ടുകയും പലതും പറയുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛനാണ്, അമ്മയാണ്, വാപ്പയാണ്, ഉമ്മയാണ്, മറ്റേതാണ്, തേങ്ങയാണ്, കാമുകനാണ് എന്നൊക്കെ പറയും. അത് ഇരുട്ടിന്റെ മറവിലാണ് പറയുന്നത്. ഇരുട്ടിന്റെ മറവിലാണ് ഉമ്മ വയ്ക്കുന്നത്, പിടിക്കുന്നത്, വലിക്കുന്നതൊക്കെ ഇരുട്ടിന്റെ മറവിലാണ്. വെളിച്ചത്ത് വരുമ്പോൾ അതൊന്നും നമ്മൾ കൃത്യമായിട്ട് സമ്മതിച്ചു തരുന്നില്ല അല്ലേ. പലപ്പോഴും വെളിച്ചത്ത് വരുമ്പോൾ ഞാൻ തന്നെ എനിക്ക് എന്നോട് ഇഷ്ടമാണ്, പക്ഷെ നിന്നെ ഒരു റിലേഷനിലേക്ക് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് വന്നേക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ അവൻ വെട്ടത്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇരുട്ടത്ത് ആരും കാണുന്നില്ല എന്നുള്ള, അതായത് എന്ത് അവൻ അവിടെ എന്താണ് അവൻ ഉപയോഗിക്കാൻ അവരത് മുതലാക്കുക എന്ന് പറയും. ഈ സമയത്ത് ഇരുട്ടത്ത് ചിലപ്പോൾ ക്യാമറ കാണത്തില്ല, അവൻ പോകത്തില്ല, ആരും ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ ആരും കാണില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രം അവന്റെ പ്രണയം അല്ലെങ്കിൽ അവന്റെ ഹോർമോണുകൾ ഉത്തേജിപ്പിച്ച് അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ വെട്ടത്ത് വരുമ്പോൾ അവൻ അതൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വന്ന ഗബ്രിക്ക് എന്തോ ഒരു ഇഷ്ടം ജാസ്മിനോട് ഉള്ളതുപോലെ തോന്നുന്നു. ഇനി അവർ തമ്മിൽ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കഴിക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഗബ്രിക്ക് കിട്ടാണ്ട് ഏറ്റവും നല്ലൊരു ശിക്ഷ അതാണ്, ഈ പിന്നെ ജാസ്മിനെ കല്യാണം കഴിക്കുക. അങ്ങനെയെങ്കിൽ അവളെ ഒന്ന് റെഡിയാക്കി, അല്ലെങ്കിൽ വീണ്ടും പുതിയ ബന്ധങ്ങളിലേക്ക് അവൾ പൊയ്ക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും ഒരു പെൺകുട്ടിക്കും യോജിച്ച ഒരു സാധനമല്ല. അതുകൊണ്ട് ഇവരുടെ ഈ സംഭവം, കാരണം ഈ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ബന്ധം ഇവിടെ അതിനൊരു അടിവര ഇടണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു എൻഡ് ആവണമെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് പോകണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ, ഞാനോ നീയോ ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ മാത്രമേ ഈ ഒരു സാധനത്തിന് എൻഡ് ആവത്തുള്ളൂ, ഇതിനൊരു പര്യവസാനം ഉണ്ടാവൂ എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഇവരിൽ ഒരാൾ പോയപ്പോൾ ഇവരുടെ പ്രണയം, ഇവരുടെ എന്താണ് ഈ പറയുന്ന ഇഷ്ടമൊക്കെ കൂടുക എന്നാണ് പറയുന്നത്. അതായത് കൂടിയിട്ടുണ്ട് അല്ലേ. അതായത് ഈ പറയുന്ന ജാസ്മിന്റെ ഉമ്മയും വാപ്പയും വരുന്ന ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ എല്ലാം വന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, നിനക്കിത് ചേർന്നതല്ല, നിനക്കിത് ദോഷകരമായി ബാധിക്കുന്നു, നിനക്ക് വോട്ടിങ്ങിൽ ഇത് വളരെ ഇടിവ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ജാസ്മിൻ ഇപ്പോഴും ജാസ്മിന് വോട്ടിനേക്കാളും അല്ലെങ്കിൽ കപ്പിനേക്കാളും തന്റെ വാപ്പയെക്കാളും തന്റെ മുൻ പിന്നീട് കാമുകനേക്കാളും എല്ലാത്തിനെയും കൂടെ വലുത് ആരായിരുന്നു? ഗബ്രിയായിരുന്നു. ഗബ്രിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പിന്നെ ജാസ്മിൻ പോയായിരുന്നു അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന ഗബ്രി പുറത്തു പോയിട്ട് അകത്ത് വന്നപ്പോഴും എന്താണ്, ഗബ്രിക്കും ഒരു പഴയതിനേക്കാളും ഇപ്പൊ തുറന്ന് സംസാരിക്കാനും, പക്ഷെ ഒരു ലവ് ആംഗിളിലേക്ക് സംസാരിക്കുന്നത്, പക്ഷെ മേ ബി അതൊരു പോസിബിലിറ്റി ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് ചിലപ്പോ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, ഓരോ സമയവും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ണുമായി എന്താണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജാസ്മിൻ പിന്തുടർന്ന് നടക്കുകയാണ്, ഈ ഗബ്രിയെ പിന്തുടർന്ന് എവിടെ പോയാലും ഗബ്രി ഈ പറയാൻ വാക്കുകളില്ല, അല്ലെങ്കിൽ പറഞ്ഞു തീരുന്നില്ല, എന്തൊക്കെ പറയണം എന്തൊക്കെ സംസാരിക്കണമെന്ന് അറിയാതെ ഒരു ഭ്രാന്തിയെ പോലെ അല്ലെങ്കിൽ എന്തോ പോലെ ജാസ്മിൻ നടക്കുന്നുണ്ട്. ഗബ്രിയുടെ ഭാഗത്തും ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊരു പിടുത്തമില്ല. ലൈവിൽ അങ്ങനെ പലതും നടക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.